നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത്, എന്താ വാക്കിന്റെ അർത്ഥം? നീതിമാനു വേണ്ടി മരിക്കും. പക്ഷേ നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ഒന്ന് പറഞ്ഞേ, നല്ല മനുഷ്യൻ, നീതിമാൻ, അങ്ങനെ ജീവിക്കട്ടെ, അങ്ങേക്ക് വേണ്ടി ഞാനങ്ങ് മരിക്കാൻ തയ്യാറാണ് എന്നൊരു പക്ഷേ പറഞ്ഞെന്ന് വരാം. നമ്മൾ പറഞ്ഞില്ലേ, ലക്ഷങ്ങളിൽ ലക്ഷണമൊത്തവൻ എന്നൊക്കെ പറയല്ലേ. അങ്ങനെ ചിലപ്പോൾ നീതിമാനു വേണ്ടി ആരെങ്കിലും മരിച്ചെന്ന് ഒരാമയും പറഞ്ഞു പറയാം. അടുത്തത്, ഗുണവാനു വേണ്ടി പക്ഷേ മരിക്കാം, അല്ലേ? ഗുണവാനു വേണ്ടി ചിലപ്പം പക്ഷേ മരിക്കാൻ ചിലപ്പം തയ്യാറായി. ഒരു തീവ്രവാദി ആക്രമണത്തിന്റെ ആ സംഭവം ഞാൻ വായിച്ചു നോക്കുന്നു. ബസ്സിൽ ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ്. അത്രയും ഒരു മനുഷ്യനെ പെട്ടെന്ന് തീവ്രവാദികൾ ബസ്സിനകത്തോട്ട് കയറി തുറൂര വഴി വെക്കുകയാണ്. ഈ മനുഷ്യനെ സീറ്റിൽ നിന്ന് നിലത്തോട്ട് അറിയാതെ വീണ സമയത്ത് ഇദ്ദേഹത്തിന് വെടിവെച്ച് കേൾക്കാം. പക്ഷെ ഇദ്ദേഹം വീണ സമയത്ത് ഇദ്ദേഹത്തിന്റെ പുറത്ത് വേറൊരാൾ ഇങ്ങനെ നടന്നു കിടക്കുക. വെടി മുഴുവൻ കൊണ്ടത് പുറത്ത് വീണ് കിടന്ന തീവ്രവാദികള് പോയി. അതിനുശേഷം തന്നെ രക്ഷിച്ച് തനിക്ക് വേണ്ടി വെടിയേറ്റ ആൾ ആരാന്നറിയാൻ ഈ മേളിൽ കിടന്ന് ആ ശരീരം താഴെയിട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലായത് സ്വന്തം ഭാര്യ. ഭർത്താവ് വെടിയേറ്റ് മരിക്കാതിരിക്കാൻ ഭാര്യ ഭർത്താവിന്റെ ശരീരത്തിന്റെ മേൽ കവിഞ്ഞു കിടന്നു. ഞാൻ പറഞ്ഞ ബാക്കി മനസ്സിലാവുന്നുണ്ടോ? നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ഞാനും പറയാം, ഗുണവാനു വേണ്ടി പക്ഷേ മരിക്കാൻ. ഭർത്താവില്ലാതെ ഞാനും മക്കളും ജീവിച്ചിട്ട് കാര്യമൊന്നും. മക്കളെ അദ്ദേഹം എന്തെങ്കിലും നോക്കിക്കൊള്ളുമല്ലോ, വളർത്തിക്കൊള്ളുമല്ലോ. മക്കളോടുള്ള സ്നേഹം കൊണ്ടോ ഭർത്താവിനോടുള്ള കരുണ കൊണ്ടോ ഭർത്താവിന് വേണ്ടി ത്യാഗം സഹിച്ചു, മരിച്ചു. പൗലോസിന്റെ പ്രയോഗം ശ്രദ്ധിച്ചോളൂ. നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭമാണെങ്കിലും നടന്നെന്ന് വരാം, ഗുണവാനു വേണ്ടി പക്ഷേ മരിക്കാൻ. എന്നാൽ ക്രിസ്തു നല്ല ആമേനെന്ന് പറയും. നാം പാപികളായിരിക്കുമ്പോൾ, നാം ശത്രുക്കളായിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, മാനവവർഗം നീതിമാന്മാരായതുകൊണ്ടല്ല, നീതിമാനാരുമില്ല, ഒരുത്തൻ പോലുമില്ല. നമ്മൾ ഗുണവാന്മാരായതുകൊണ്ടുമല്ല, ദൈവം നമ്മെ സ്നേഹിക്കത്തക്ക നിലയിൽ ഔദാര്യമായി നമ്മെ ഏകപക്ഷീയമായി സ്നേഹിച്ചെന്നല്ലാതെ ദൈവം എന്നെ സ്നേഹിക്കത്തക്ക നിലയിൽ, ദൈവം എന്നോട് കടമ്പെടത്തക്ക നിലയിൽ